ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 5ാം ക്ലാസ്സിൻ്റെ അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. ആദ്യം നമുക്ക് കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. നമുക്ക് അഹ്കാമു തജ്വീദിലെ മഹാരിജുൽ ഹുറൂഫ് 3 മൂന്നാമത്തത്, മഹാരിജുൽ ഹുറൂഫ് 1ഉം 2ഉം നമുക്ക് കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നു. അതിൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള 9ാമത്തെ പാഠം മുതലാണ് നമുക്ക് എക്സാമിന് പാഠഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ അത് മുതലാണ് ഈ ചോദ്യപേപ്പറിൽ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലാക്കാം, പഠിക്കാം. രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ചുണ്ടുകൾ എന്നതിന് എന്തായിരുന്നു? ഷഫത്താനി എന്നാണ്. എന്താണ്? ജൗഫ് വായയുടെ ഉൾഭാഗം, ഹൈഷൂം തരിമൂക്ക്, ലിസാന് നാവ്, ഹൽക്ക് തൊണ്ട എന്നൊക്കെ നമ്മൾ മഹ്റജുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. ഇനി ആ റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണമാണ് എന്ത്? അപ്പോൾ ഇവിടെ റായിനെ തർക്കീക്ക് ചെയ്തത് ഫിർഔൻ എന്നതാണ്. ഫിർഔൻ സുക്കൂനുള്ള റാ, അതിന് മുമ്പ് കസ്ര വന്നു. റായിനെ തർക്കീക്ക് ചെയ്യുന്ന 4 സന്ദർഭങ്ങളും തഫീം ചെയ്യുന്ന 5 സന്ദർഭങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിർഔൻ എന്നതാണ് തർക്കീക്ക്. മിർസാദ് എന്നത് തഫീമാണ്. എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വരികയും ചെയ്തു. അപ്പോൾ അവിടെ തഫീമാണ്. ഫജിരിൻ എന്നത് സുക്കൂനുള്ള റാ, അതിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും മുമ്പ് ഫതഹയുമാണ് വന്നത്. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനാവുകയും അതിന് ശേഷം കസറാവുകയും ചെയ്താലാണ് അവിടെ തർക്കീക്ക്. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാൽ തഫീമാണ്. അപ്പോൾ അതൊക്കെ തഫീമാണ്. ഇതാണ് തർക്കീക്ക്. അപ്പോൾ തഫീമു റാവും തർക്കീക്കു റാവും നന്നായി മനസ്സിലാക്കട്ടാ. അപ്പോൾ ഇതുപോലെ ഉദാഹരണം വന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അടുത്തതാ റായിനെ തഫീമാക്കുന്ന സ്ഥലങ്ങൾ. റായിനെ തഫീമാക്കുന്നത് 5 സന്ദർഭങ്ങളിലാണ്. 5. അടുത്തതാ ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ ഹുസ്സലാത്തിൻ കിളാണ്. അപ്പോൾ അതിൽ ഇസ്തീലായിൻ്റെ അക്ഷരം ഇതാണ്. ഹുസ്സലാത്തിൻ കിളി എന്ന അക്ഷരമാണ് ഇസ്തീലായിൻ്റെത്. അപ്പോൾ ഹ സോദ്. റായിനെ തഫീം ചെയ്തതിന് ഉദാഹരണം. റായിനെ തഫീം ചെയ്തതിന് കസ്ര വന്ന എന്താണ്? തർക്കീക്ക്. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്ര വന്ന തർക്കീക്ക്. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്ര ആവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് ആവുകയും ചെയ്തു. അപ്പോൾ അത് തഫീമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും നോക്കിയാൽ മനസ്സിലാവില്ല. ഇത് രണ്ടും നോക്കിയാൽ ഇത് തർക്കീക്കാണ്. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റായി. ഓക്കെ, അതിന് ശേഷം അതേ പദത്തിൽ ഇസ്തീലായിൻ്റെ ഹർഫ് വന്നാൽ തഫീമാണ്. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് എന്താണ്? നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരം ഏതാണെന്ന്? സോദും സായും സീനും. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയുമാണ്. അപ്പം അത് മനസ്സിലാക്കുക. ഇതുപോലെ മറ്റക്ഷരങ്ങളൊക്കെ വരും. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് തോ, താ, ദാല്. മനസ്സിലായില്ല? അടുത്തതാ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. അതെന്താണ്? ദാല്, ലോ, സാ, ഈ അക്ഷരങ്ങൾ. അപ്പം അത് മനസ്സിലാക്കുക. ഇനി ചേരുംപടി ചേർക്കാൻ എന്താ വന്നത്? വായയുടെ ഉൾഭാഗത്തുനിന്ന് വരുന്ന അക്ഷരം ഏതാണ്? അലിഫ്, വാവ്, യാ. മധ്യയായ അക്ഷരങ്ങൾ വായയുടെ ഉൾഭാഗത്തു നിന്നാണ് വരുന്നത്. അലിഫ്, വാവ്. അപ്പം നമുക്ക് അതിൻ്റെ ഈ എഴുതാം. തരിമൂക്കിൽ നിന്ന് വരുന്നതാണ് എന്ത്? മീമും നൂനും. ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമും നൂനും. അപ്പം അതിൻ്റെ ഡി എഴുതാം, തരിമൂക്ക്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ലോ, സാ, ദാല് ഈ അക്ഷരങ്ങളാണ്. അപ്പം അതിന് ലോ, സാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ സി എഴുതി കൊടുക്കാം. അടുത്തതാ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. അത് തോവും താവും ദാലുമാണ്.
അവിടെ ത വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഴുതി കൊടുക്കാം. അടുത്തതാ താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും അപ്പോൾ അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. പൂരിപ്പിക്കാനാണ്. എന്താണ്? റായിൻ്റെ ഹർക്കത്ത് കസറാണെങ്കിൽ റായിൻ്റെ ഹർക്കത്ത് കസറാണെങ്കിൽ റായിനെ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. അടുത്തതാ ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസ്റ് വന്നാൽ ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസ്റ വന്നാൽ ജലാലത്തിലെ ഇസ്മിലെ ലാമിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. ഫതഹോ ലമ്മോ ആണെങ്കിൽ തഫീം ചെയ്യണം. ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പ് കസറാണെങ്കിൽ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ചോദ്യത്തിൻ്റെ ആൻസർ മനസ്സിലാക്കണം കേട്ടോ. തഫീം ചെയ്യുന്നത് തർക്കീക്ക് ചെയ്യുന്നതും നന്നായിട്ട് മനസ്സിലാക്കാം. അടുത്തതോ ഫതഹോ ലമ്മോ ഉള്ള എല്ലാ റായിനെയും തഫീം ചെയ്യണം. കസറ വന്ന എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്യണം. അടുത്തതാ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. അടുത്തത് ഇർജിഇ എന്നതിലെ റായിനെ ഡാഷ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഇർജിഇ എന്നതിലെ റായിനെ തഫീം ചെയ്യണം. എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പുള്ളത് കസ്റ് ആരിലോ മുൻഫസിലോ ആവുക. അതായത് പുതുതായി ഉണ്ടായി വരുന്നതിനാണ് ആരിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇർജി എന്നതിൽ ഇവിടെ വന്നപ്പോഴാണ് കസ്റ കൊടുക്കുന്നത്. നമ്മൾ ഖുർആൻ പാരായണത്തിൽ അവിടെ ഇർജി എന്നതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ അലിഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ അക്ഷരമായ ജീമിൻ്റെ ഹർക്കത്ത് ഫസ്റ്റിലെ അലിഫിന് നമ്മൾ നൽകണം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലദിർത്തല എന്നും ഇതുപോലെ ഉദാഹരണം വരുന്നുണ്ട്. അപ്പോൾ ഇർത്തല എന്നതിലും റായിനെ തഫീമാണ് ചെയ്യേണ്ടത്. ഇർജി എന്നതുപോലെ തന്നെയാണ് ഇർത്തല എന്നതും. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. തഫീം ചെയ്യണം. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റ ആരിൽ വന്നു. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ തഫീമാണ് എന്നത്, ഇർജി ഇർത്തല എന്നത് രണ്ടെണ്ണമാണ് നമ്മൾ പാഠഭാഗത്തിൽ ഉദാഹരണം പഠിച്ചത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. അടുത്തത് മിൻ ഷെരി മാ ഖലക്ക് എന്നതിലെ റായിന് കസ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? തർക്കീക്ക് ചെയ്ത് ഓതണം. അടുത്തത് എന്താണ്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? തർക്കീക്ക് 4 തർക്കീക്ക് 4 തഫീം 5 ഓർത്തു വെക്കണം കേട്ടോ. ഇനി രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് വാവ്, ബാ, മീമ്. അപ്പോൾ 3 ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. ഇനിയോ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര? നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 അക്ഷരങ്ങളാണ്. മഹാരിജുൽ ഹുറൂഫ് 3 നമ്മൾ പറയുന്നുണ്ട്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18. അത് മഹാരിജുൽ ഹുറൂഫ് 2ലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം കേട്ടോ. 18 നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഫതഹക്ക് ശേഷം ജലാലത്തിൻ്റെ ഇസ്മ വന്നതിന് ഒരു ഉദാഹരണം. ഫതഹ് എന്താണ്? നൂറല്ലാ, ഹുവല്ലാ ഒക്കെ നമുക്ക് എഴുതാം. നൂറല്ലാ, ഹുവല്ലാ, അള്ളാഹു എന്ന നാമത്തിന് ഫതഹ വരണം. റസൂലില്ല, ലില്ല, ബിസ്മില്ല അങ്ങനെ വരുന്നതിനാണ് കസ്റ വരുന്നതാണ് എന്ത്? തർക്കീക്ക്. അപ്പോൾ തഫീം വരുന്നത് മനസ്സിലാക്കുക കേട്ടോ. അതേപോലെ ഫതഹക്ക് പകരം എന്നുള്ളതിനും ഫതഹക്ക് ശേഷം എന്നുള്ളതിനും ലൊമ്മക്ക് ശേഷം ജലാലത്തിൻ്റെ ഇസ്മ വന്നതിന് ഒരു ഉദാഹരണം. റസൂലുള്ള, ബിഹക്കുള്ള, ഹക്കുള്ള, കുല്ല, റസൂലുള്ള, നൂറുള്ള അങ്ങനെയൊക്കെ പറയുമ്പം അള്ളാഹ്ക്ക് മുമ്പ് ലൊമ്മ വരുന്നുണ്ട്. അപ്പം അത് ഓരോ ഉദാഹരണം എല്ലാത്തിൻ്റെതും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ഇസ്തീലായിൻ്റെ ഹർഫുകൾ എത്ര?
ഇസ്തീലായിൻ്റെ ഹർഫുകൾ 7 എണ്ണമാണ്. ഹുസ്സലാത്തിൻ കിള് എന്ന 7 അക്ഷരമാണ് ഇസ്തീലായിൻ്റെ ഹർഫുകൾ. അക്ഷരങ്ങൾ പഠിക്കട്ടാ, എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. അടുത്തതാ സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ വന്നതിന് ഉദാഹരണം. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ വന്നത് നമ്മൾ തഫീമുർ റായിൽ പഠിച്ചിട്ടുണ്ട്. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ ലമ്മ വന്നത് എന്നുള്ള. അപ്പോൾ അവിടെ മർസദ്, ഫുർഖാൻ, ലമ്മിന് ഫുർഖാൻ എന്ന ഉദാഹരണവും ഫതഹിന് മർസാദ് എന്ന ഉദാഹരണവും. ഖമർ സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ വന്നു. പിന്നെ നുക്കുർ സുക്കൂനുള്ള റായിന് മുമ്പ് ലമ്മ വന്നു. അതൊക്കെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. തഫ്ഹീം എന്നാൽ എന്താണ് തഫ്ഹീം? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കലാണ് തഫ്ഹീം. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കലാണ് തഫ്ഹീം. അപ്പോൾ തർക്കീക്ക് എന്നാൽ എന്തെന്ന് വെച്ചാൽ അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കലാണ് തർക്കീക്ക്. അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കലാണ് തർക്കീക്ക്. അടുത്തത് എന്താണ്? ജലാലത്തിലെ ഇസ്മിലെ ലാമിന് തഫീമാക്കിയതിന് 2 ഉദാഹരണം. ലാമിനെ തഫീമാക്കിയതിന്, അതായത് ഫതഹ ലമ്മ വരണം ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ്. റുസുലുള്ള, ഹക്കുള്ള, റസൂലുള്ള, നൂറല്ല. അങ്ങനെ നമുക്ക് ഫതഹോ ലമ്മ അള്ളാഹു എന്ന പദത്തിന് മുമ്പ് വന്നത്. അതുപോലെ ലാമിനെ തർക്കീക്ക് ചെയ്തതിന് 2 ഉദാഹരണം ഏതാണ്? റസൂലില്ല, ഹംദുലില്ല. ഓക്കെ, അതേപോലെ ബിസ്മില്ല. അതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് ഹിജിർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണം എന്താണ്? ഇവിടെ തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. എന്താണ്? സുക്കൂനുള്ള റാ, അതായത് വഖഫ് കാരണം ഇവിടെ സുക്കൂന് വരും അല്ലേ? അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിന് മുമ്പ് കസറാവുകയും ചെയ്തു. സുക്കൂനുള്ള റാ, അതിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിന് മുമ്പ് കസറാവുകയും ചെയ്തു. അപ്പോൾ തർക്കീക്കിൻ്റെ സന്ദർഭം 4-മത്തത് നമ്മൾ പഠിച്ചത് പാഠബുക്കിൽ. സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ യാ അല്ലാതെ അക്ഷരവും യാ അല്ലാത്ത അക്ഷരവും അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമാവുകയും അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്തു. അതും എഴുതാൻ മനസ്സിലാക്കുക. അടുത്തത് സായിൻ്റെ മഖ്റജ് ഏതായിരുന്നു? നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയുമാണ് സായിൻ്റെ മഖ്റജ്. ഇതുപോലെ നമുക്ക് വേറെ ഏതക്ഷരവും വരാം. അതിൽ നമ്മൾ തോ, ത, ദാല്, സോദ്, സായി, സീന്, ലോ, സാ, ദാല് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫാ, അങ്ങനെ ഏതെങ്കിലും അക്ഷരത്തിൻ്റെ മഖ്റജ് എഴുതാൻ വരും. അടുത്തെന്താണ്? ഫുർഖാൻ എന്നതിലെ റായിനെ തഫീം ചെയ്യണം. കാരണം റായിന് മുമ്പ് ലൊമ്മ വന്നു. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലൊമ്മ വന്നാൽ തഫീം ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സുക്കൂനുള്ള റായിന് മുമ്പ് ലൊമ്മ വന്നു എന്ന് എഴുതാം. അടുത്തതാ സിഹ്റുൻ, ഖൈറുൻ, റുസുലുൻ, ഷഹ്റുൻ. ഇതിലെ തഫീമുർ റായിൻ്റെ ഉദാഹരണങ്ങൾ. സിഹ്റുൻ, ഖൈറുൻ, റുസുലുൻ, ഷഹ്റുൻ. ഇതിൽ തഫീമായ റായിൻ്റെ ഉദാഹരണം ഏതാണ്? അപ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാക്കി പഠിക്കാം. എന്താണ്? സിഹ്റുൻ എന്നതിൽ സുക്കൂനുള്ള റാ, അതിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്തൊരക്ഷരവും അതിന് മുമ്പ് കസറാവുകയും ചെയ്തു. അപ്പോൾ ഇത് തർക്കീക്ക്. ഖൈർ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ, തർക്കീക്ക്. റുസുലുൻ എന്താണ്? ലൊമ്മ വന്നു റായിന്, അപ്പോൾ ഇത് തഫീമാണ്, തഫീം. ഷഹ്റുൻ സുക്കൂനുള്ള റാ, അതിന് മുമ്പ് അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന് മുമ്പുള്ളത് ഫതഹ ആവുകയും ചെയ്തു. അപ്പോൾ അത് തഫ്ഹീമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ തഫീമായത്, റുസുലുൻ എന്നതും ഷഹ്റുൻ എന്നതും. അപ്പോൾ സുക്കൂനുള്ള റാ, അതിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിന് മുമ്പ് കസറാവുകയും ചെയ്ത തർക്കീക്കാണ്.
ഫതഹ് വന്നതുകൊണ്ട് ഇത് തഫീമാണ്. നമ്മൾ തഫീമിൻ്റെ സന്ദർഭം 3 പഠിച്ചിട്ടുണ്ട്. അതൊന്നാണ് ഇത് വന്നത് കേട്ടോ, മനസ്സിലാക്കുക. അടുത്തെന്താണ്? തഫീമും തർക്കീക്കും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫീമും താഴുന്നത് കൊണ്ടാണ് തർക്കീക്കും ഉണ്ടാകുന്നത്. അത് പഠിക്കുക. ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ തഫ്ഹീമുല്ലാമ് എന്നതാണ്. നമ്മൾ 12ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ന ജലാലത്ത് ഇസ്മിന് മുമ്പ് എന്താണ്? ഫതഹോ ലൊമ്മോ വന്നാൽ ആ ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം. ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറാണെങ്കിൽ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. അതിന് ഉദാഹരണങ്ങളൊക്കെ എഴുതുക. റസൂലുള്ള, ഇലല്ല, യുഹിക്കല്ല, അങ്ങനെ അള്ളാഹു എന്ന ഇസ്മിന് മുമ്പ് ഫതഹോ ലൊമ്മോ വരുന്നതിനൊക്കെ ഉദാഹരണം എഴുതാം. പിന്നെ നമുക്കിത് മുഴുവനായിട്ട് എഴുതണം. അപ്പോൾ അത് തഫീം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എഴുതാം. നാവിൻ്റെ മുരട് അണ്ണാക്കിക്ക് ഉയരുമ്പോഴാണ് അവിടെ തഫീം ഉണ്ടാകുന്നത്. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ആണ് നമ്മളവിടെ ഉച്ചരിക്കുന്നത് എന്നൊക്കെ എഴുതാം. ഇനി അടുത്തത് റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ. 4 എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 4 സന്ദർഭങ്ങളും എഴുതണം. എന്തൊക്കെയാണ്? 1 റായിൻ്റെ ഹർക്കത്ത് കസറാവുക. 2 സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് അതേ പദത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുക. 3 സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടായിരിക്കുക. 4 സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിനു മുമ്പ് കസറാവുകയും ചെയ്യുക. ഇങ്ങനെ റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ എഴുതി വെക്കുക. ഇതുപോലെ തഫീമുർ റാ എഴുതാൻ വരും, തർക്കീക്കുൽ ലാം എഴുതാൻ വരും. അപ്പോൾ അതൊക്കെ എന്തായാലും മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ എങ്ങനെ വന്നാലും എഴുതാൻ കഴിയണം. മഹാരിജുൽ ഹുറൂഫ്, നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ എന്നതിനൊക്കെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ വന്നാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും പറയുന്നതൊക്കെ മാറിപ്പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.